ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിന് ചാനലിലേക്ക് സ്വാഗതം. മാത്യു തോമസ് അഭിനയിക്കുന്ന ലവ്ലി എന്ന് പറഞ്ഞ പടം ഫെബ്രുവരി 6 2025 റിലീസിനെത്തുന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ മദ്രാസ്കാരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷൈനിക തമിഴിൽ അഭിനയിക്കുന്ന ആദ്യത്തെ പടം. അവിടത്തെ കാതിൽ സലുകുഡ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ ബറോസ് എന്ന് പറഞ്ഞിട്ടുള്ള മോഹൻലാൽ ഡയറക്ഷൻ ചെയ്തിട്ട് മോഹൻലാൽ തന്നെ അഭിനയിക്കുന്ന പടം. അവിടത്തിന്റെ പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ സംക്രാന്തി വസ്തുനം എന്ന് പറഞ്ഞ പടത്തിന്റെ ബുക്ക് മൈഷോയിലുള്ള ഇൻട്രസ്റ്റ് 100K+ ആയിട്ടുണ്ട് എന്നുള്ള അറിയിച്ചുകൊണ്ട് പോസ്റ്റർ വന്നു. പിന്നെ ഹലോ മമ്മി എന്ന് പറഞ്ഞിട്ടുള്ള പടം ഇപ്പോൾ കേരളത്തിൽ 112 തിയേറ്ററിലും കൂടുതൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 3ാമത്തെ വീക്കായിട്ടും. പിന്നെ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ പടത്തിന്റെ US പ്രീമിയറിന്റെ ബുക്കിംഗ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിന്റെ അപ്ഡേറ്റ് വരും എന്നുള്ള രീതിയിലൊരു പോസ്റ്റ് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു. നല്ല ട്രെയിലർ ആയിട്ടാണ് തോന്നിയത്. അതിൻ്റെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ടോവിനോ തോമസിന്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞ പടത്തിന്റെ ടീച്ചർ പുറത്തിറങ്ങിയിരുന്നു. അതും നല്ല ടീച്ചറായിട്ടാണ് തോന്നിയത്. അപ്പോൾ ടോവിനോ തോമസിന്റെ ഒരു പുതിയ ഫോട്ടോ ഇട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഡ്രിങ്കർ സായി എന്ന് പറഞ്ഞ പടത്തിലത്തെ നിലമീതി നക്ഷത്രമ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ ഫിയർ എന്ന് പറഞ്ഞ വേദിക അഭിനയിക്കുന്ന പടത്തിലത്തെ ടൈറ്റിൽ സോങ് പുറത്തിറങ്ങി. പിന്നെ സൂദ് കാവിൻ 2 എന്ന് പറഞ്ഞ പടത്തിന് URA സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത് അറിയിച്ചു. പിന്നെ ദളപതി എന്ന് പറഞ്ഞിട്ടുള്ള പടം മമ്മൂട്ടി രജനീകാന്ത് അഭിനയിച്ച പടമാണ്. ആ പടം വീണ്ടും റിലീസിന് എത്തുകയാണ് ഡിസംബർ 12. അത് മമ്മൂട്ടിയുടെ പടമായിട്ടുള്ള റിലീസിന് എത്താൻ പോണ്. രജനീകാന്തിന്റെ ബർത്ത്ഡേ ആയിട്ട് രജനീകാന്തിന്റെ പടം എന്നുള്ള ലെവലിലാണ് റിലീസിന് ഒരുങ്ങുന്നത്. പിന്നെ കാതലിക്ക് നേരമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ജയരവിൻ നിത്യമേനോൻ അഭിനയിക്കുന്ന പടത്തിൽ AR റഹ്മാനാണ് മ്യൂസിക് ചെയ്യുന്നത്. അപ്പോൾ അതിലത്തെ എന്നെ ഇഴുക്കതടി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിരുന്നു. അത് 10 മില്യൺ+ വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ജാട്ട് എന്ന് പറഞ്ഞ പടത്തിന്റെ ഒഫീഷ്യൽ ടീസർ പുറത്തിറങ്ങിയിരുന്നു. അത് 5 മില്യൺ+ വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ രുതിരൻ എന്ന് പറഞ്ഞിട്ടുള്ള അപർണമാലമുരളിയും രാജ്ബി ഷെട്ടി അഭിനയിക്കുന്ന മലയാള പടം. ആ പടത്തിന്റെ ട്രെയിലർ ലോഞ്ച് ഇവന്റ് ഇന്നലെ ലുലു മാളിൽ വെച്ചിട്ട്, കൊച്ചിയിലുള്ള ലുലു മാളിൽ വെച്ചിട്ട് 6 മുതൽ നടന്നിരുന്നു. എന്തായാലും 7 മണിക്ക് അതിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. നല്ലൊരു ഗംഭീര ട്രെയിലർ ആയിട്ടാണ് തോന്നിയത്. എന്തായാലും ഇപ്പോൾ ട്രെയിലർ 1 മില്യൺ+ വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബേബി ജോൺ എന്ന് പറഞ്ഞിട്ടുള്ള തെരി റീമേക്ക് ആയിരുന്ന പടം വരുന്തവ അഭിനയിക്കുന്ന പടമാണ്. അവിടത്തിന്റെ ട്രെയിലർ നാളെ വരും എന്നുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രെയിലർ ഫ്രം ടുമാറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റർ ഉണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ദ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള രശ്മി ആനന്ദൻ അഭിനയിക്കുന്ന പടത്തിന്റെ ടീസർ നാളെ വരും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ടൈം ഇപ്പോൾ 11:07 എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ചെറിയൊരു ഗ്ലിംസും ആയിരുന്ന രീതിയിലൊരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട് അവർ. എന്തായാലും ഈ ടീസർ ലോഞ്ച് ചെയ്യുന്നത് വിജയ് ദേവരകൊണ്ടായിരിക്കും എന്നുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ ഗംഗുവ എന്ന് പറഞ്ഞ പടം ആമസോൺ പ്രൈമിലൂടെ റിലീസിനെത്തുന്നു പറഞ്ഞിരുന്നു. OTT റിലീസ് ആയിട്ടുണ്ട്. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ എന്ന് പറഞ്ഞാൽ 4 ഭാഷകളിലാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. പിന്നെ വിടാമർച്ചി എന്ന് പറഞ്ഞിട്ടുള്ള അജിത് കുമാറിന്റെ പടത്തിന്റെ ഡബ്ബിംഗ് അത് നടന്നുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ പടത്തിലത്തെ അജിത് കുമാറിന്റെ ഡബ്ബിംഗ് കഴിഞ്ഞെന്നുള്ള അറിഞ്ഞിട്ടുണ്ട്. പൊങ്കലിനാണ് പടം റിലീസാവുന്നത്, എന്നുവെച്ചാൽ ജനുവരി 10. പിന്നെ വീരധീര സൂര്യൻ പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടുള്ള ചിയാൻ വിക്രം അഭിനയിക്കുന്ന പടം. അവിടത്തിന്റെ ടീച്ചർ നാളെ എന്നുവെച്ചാൽ ഡിസംബർ 9 പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചു. ടൈം അറിയിച്ചിട്ടില്ല. എന്തായാലും ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പുഷ്പ 2 ദ റൂൾ എന്ന് പറഞ്ഞ പടത്തിന്റെ കേരളത്തിലത്തെ കളക്ഷൻ 2ാമത്തെ ദിവസം 2.25 കോടിയാണ്. 3ാമത്തെ ദിവസം 2.25 കോടി തന്നെയാണ്. നോർമൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ കുറവാണ്, കാരണം ശനിയാഴ്ച ആയിട്ട് 2.25 കോടി ആയിട്ടുള്ളൂ. 2ാമത്തെ ദിവസം അതേ കളക്ഷൻ. എന്തായാലും പടം ഇവിടെ ഫ്ലോപ്പ് ആവാനാണ് ചാൻസ്, ഡിസാസ്റ്റർ ആവും. കാരണം അത്യാവശ്യം 60 കോടി ആ ലെവലിലോട്ടും കളക്ഷൻ കിട്ടണമെന്നുണ്ട് പടം വിജയിക്കണമെങ്കിൽ. ഇവിടെ എന്തായാലും 3 ദിവസം കൊണ്ട് 10.85 കോടിയാണ് കിട്ടിയിട്ടുള്ളത്. ഞായറാഴ്ച കൂടുന്നുള്ള കണ്ടറിയാം. പിന്നെ ഹിന്ദിയിൽ നിന്ന് 59 കോടിയുടെ അടുത്തൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് 2ാമത്തെ ദിവസം എന്നുള്ളതാണ് കേൾക്കുന്നത്. 3ാമത്തെ ദിവസം ഫസ്റ്റത്തെ ദിവസത്തിനായിട്ട് കൂടുതൽ കളക്ഷൻ നേടും എന്നുള്ള പറഞ്ഞ് കേൾക്കുന്നുണ്ട്. എന്നുവെച്ചാൽ 85 കോടിയുടെ അടുത്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. അതേമാതിരി 4ാമത്തെ ദിവസം എന്നുവെച്ചാൽ ഇന്ന് ഞായറാഴ്ച ആയിട്ട് അതിലും കൂടുന്നുള്ള പറഞ്ഞ് കേൾക്കുന്നുണ്ട്. 95 ആ ലെവലിലേക്കൊക്കെ എത്തുന്നുള്ള കേൾക്കുന്നുണ്ട്. എന്തായാലും അവിടെ ഭയങ്കര കളക്ഷൻ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മൊത്തത്തിൽ 2 ദിവസം കൊണ്ട് 459 കോടി എന്നുള്ളതാണ് അവർ ഒഫീഷ്യലായിട്ട് പോസ്റ്റർ ഇറക്കിയിട്ടുള്ളത്. 400 കോടിയുടെ അടുത്ത് എത്തിയിട്ടുള്ളൂ എന്നുള്ള ഞാൻ കേട്ടായിരുന്നു, എന്താണെന്നുള്ള അറിയില്ല. എന്തായാലും ഏറ്റവും പെട്ടെന്ന് 500 കോടി അടിക്കുന്ന ഇന്ത്യൻ സിനിമ ആയിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ പുഷ്പ 2 ദ റൂൾ എന്ന് പറഞ്ഞിട്ടുള്ള പടം. ബാഹുബലി 2ഉം 500 കോടിയും 3 ദിവസം കൊണ്ടാണ് ആയത്. പക്ഷെ ഇത് 3 ദിവസം ആവണാട്ടി മുന്നേ 2.5 ദിവസമൊക്കെ ആകുമ്പോഴത്തേനും 500 ആയി. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. എന്തായാലും ഓപ്പണിംഗ് വീക്കെൻഡ് 4 ദിവസം കൊണ്ട് എന്നുവെച്ചാൽ ഇപ്പോൾ ഈ ഞായറാഴ്ച കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 700 കോടിയുടെ അടുത്തേക്ക് കളക്ഷൻ വരും എന്നുള്ള പറഞ്ഞു എടുക്കുന്നുണ്ട്. അത് എക്സ്പെക്ട് ചെയ്യണമാണ്. ചിലപ്പോൾ ആയേക്കാം, ചിലപ്പോൾ ആവാതിരിക്കാം. പിന്നെ ദുൽഖർ സൽമാൻ്റെ കാന്ത എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇപ്പോൾ അടുത്ത പടം തുടങ്ങാൻ പോവുകയാണെങ്കിൽ 11 അതിൽ പൂജ ഹെഗ്ഡെ ആയിരിക്കും നായിക എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിൽ DOP ചെയ്യുന്നത് ജയകൃഷ്ണ ഗുമ്മടി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. രവിബാബു നീല കുടുത്തി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത്. അത് ഈ സർക്കാർ വാരിപ്പാട്ടെന്ന് പറഞ്ഞിട്ടുള്ള മഹേഷോവിന്റെ പടത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. എന്തായാലും SLV സിനിമാസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ജി പ്രകാശ് ഇതിന് മ്യൂസിക് കൊടുക്കുന്നുള്ള കേൾക്കുന്നുണ്ട്. എന്തായാലും ദുൽഖറിന്റെ കാന്ത കഴിഞ്ഞാൽ ഈ പടമായിരിക്കും പിന്നെ റിലീസിനെത്തി. എന്തായാലും പിന്നെ MMN മമ്മൂട്ടി, മോഹൻലാൽ, മഹേഷ് നാരായൺ പടം. പടത്തിൽ മോഹൻലാലിന്റെ റോള് ചെറിയ റോള്, ഗസ്റ്റ് റോളൊന്നല്ല, അത്യാവശ്യം വലിയ റോൾ തന്നെയുള്ള ഓൾറെഡി അറിഞ്ഞതാണ്. പിന്നെ കമൽഹാസന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള പടമായിരുന്നു ഇത് എന്നുള്ളത് പറഞ്ഞു കേട്ടിരുന്നു. പക്ഷെ അതല്ല എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. പിന്നെ പടം മുന്നേ പറഞ്ഞതുപോലെ പോലെ തന്നെ ഒരു ആക്ഷൻ ത്രില്ലർ ആയിട്ടാണ് വരുന്നത്. പിന്നെ മാർക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ണുവന്നതിൻ്റെ പടം എടുത്തിട്ടുള്ള ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്, ഈ പ്രൊഡക്ഷൻ കമ്പനി മമ്മൂട്ടിനായിട്ട് ഒരു പടം ചെയ്യുന്നുണ്ടെന്നുള്ള കുറേ റൂമേഴ്സ് വന്നിരുന്നു. അതിനെ കുറിച്ചിട്ട് ഇപ്പോൾ ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ് തന്നെ ഒരു കൺഫർമേഷൻ വന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, മമ്മൂട്ടിനായിട്ടുള്ള പടത്തിൻ്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും കൺഫേം ആയിട്ടൊന്നുമില്ല. ഇനി കൺഫേം ആയി കഴിഞ്ഞാൽ ഇവരെ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യുന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ഒരു കംപ്ലീറ്റ് അപ്ഡേറ്റ് ആയിട്ട് തന്നെ. അതുവരെ ഈ ഫേക്ക് ന്യൂസൊക്കെ അവോയ്ഡ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സെറ്റായി കഴിഞ്ഞാൽ എന്തായാലും അറിയിക്കും. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാൻ ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.